ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളതാണെന്ന് പ്രധാനമന്ത്രി. സർക്കാർ ആശുപത്രികളിൽ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാനുള്ള സംവിധാനമൊരുക്കി സംസ്ഥാന സർക്കാർ. കൊച്ചിയിൽ തൊഴിൽ പീഡനം നടന്നെന്ന വാർത്തയിൽ സ്വമേധയാ കേസെടുത്ത് സംസ്ഥാന യുവജന കമ്മീഷൻ. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈയ്ക്ക് 184 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുമായി കൊളംബോയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രതിരോധം, ഊർജ്ജം, വ്യാപാരം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ലക്ഷ്യമിട്ടുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിൽ മാനുഷിക സമീപനം സ്വീകരിക്കാൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. ശ്രീലങ്കയിൽ പിടിയിലാകുന്ന മത്സ്യത്തൊഴിലാളികളെ കാലതാമസമില്ലാതെ വിട്ടയക്കണമെന്ന് അഭ്യർത്ഥിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. हमने मछुआरों की आजीविका से जुड़े मुद्दों पर चर्चा की. हम सहमत हैं कि हमें इस मामले में एक मानवीय अप्रोच के साथ आगे बढ़ना चाहिए. हमने मछुआरों को तुरंत रिहा किया जाने और उनकी बोट्स को वापस भेजने पर भी बल दिया. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ശ്രീലങ്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ സമ്മാനിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിലെ നവീകരിച്ച പാമ്പൻ റെയിൽപാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് പാലം സന്ദർശിച്ച് അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി. രാജ്യത്തിന്റെ റെയിൽവേ ചരിത്രത്തിൽ പാമ്പൻ പാലത്തിന് സുപ്രധാന സ്ഥാനമാണുള്ളതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാൻ കഴിയുന്ന സംവിധാനം സജ്ജമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആദ്യഘട്ടത്തിൽ 313 ആശുപത്രികളിൽ ആരംഭിക്കുന്ന സംവിധാനം ഒരു മാസത്തിനകം മറ്റ് ആശുപത്രികളിൽ കൂടി സജ്ജമാക്കും. ഡിജിറ്റലായി പണമടയ്ക്കാനുള്ള സംവിധാനം, ഓൺലൈൻ ഒപി ടിക്കറ്റ്, എംഇ ഹെൽത്ത് ആപ്പ് തുടങ്ങിയവയുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് മറ്റന്നാൾ നിർവഹിക്കും. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ തൊഴിൽ പീഡനം നടന്നെന്ന വാർത്തയിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. എറണാകുളം ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ കലൂർ ജനതാ റോഡിലെ ശാഖയിൽ തൊഴിലാളികളെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായതിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ ജില്ലയെ ഹരിത ശുചിത്വ ജില്ലയായി പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. ഒക്ടോബർ 2 മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ച മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനെ തുടർന്നാണ് കണ്ണൂരിനെ ഹരിത ശുചിത്വ ജില്ലയായി പ്രഖ്യാപിച്ചത്. ഹരിത അയൽക്കൂട്ടങ്ങൾ, ഹരിത വിദ്യാലയങ്ങൾ, ഹരിത കലാലയങ്ങൾ, ഹരിത പട്ടണങ്ങൾ, ഹരിത ഇടങ്ങൾ, ഹരിത സ്ഥാപനങ്ങൾ എന്നീ മേഖലകളിലാണ് മാലിന്യമുക്ത കേന്ദ്രങ്ങൾ എന്ന ലക്ഷ്യം കൈവരിച്ചത്. ബ്ലോക്ക് തല പ്രഖ്യാപനവും നേരത്തെ പൂർത്തിയായിരുന്നു. 8ാം ക്ലാസ് എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിലും 30% മാർക്ക് നേടാത്ത കുട്ടികൾക്ക് ഈ മാസം 8 മുതൽ 24 വരെ അധിക പിന്തുണ ക്ലാസുകൾ നടത്താൻ തീരുമാനം. വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രക്ഷകർത്താക്കളെ അറിയിച്ചിട്ടുണ്ട്. 25 മുതൽ 28 വരെ പുനഃപരീക്ഷ നടത്തി ഫലങ്ങൾ ഏപ്രിൽ 30-ന് പുറത്തുവിടും. ഈ അധ്യയന വർഷത്തെ സൌജന്യ കൈത്തറി യൂണിഫോം വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബുധനാഴ്ച തിരുവനന്തപുരത്ത് നിർവഹിക്കും. വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കും. കോടതി ഫീസുകളിലെ വർധനയിൽ പ്രതിഷേധിച്ച് കേരള ഹൈക്കോടതി അഭിഭാഷക സംഘടന ബുധനാഴ്ച പ്രതിഷേധ സമരം നടത്തും. ഫീസ് വർധനയ്ക്കെതിരെ റിട്ട് ഹർജി ഫയൽ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. സംഘടനാ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ത്യയിൽ തുടർ പഠനം നടത്താനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്ന
വിദേശത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി തുല്യതാ ചട്ടക്കൂട് രൂപീകരിക്കുമെന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. ഇന്ത്യയെ ഒരു ആഗോള പഠന കേന്ദ്രമാക്കി മാറ്റാനുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് നടപടിയെന്ന് യുജിസി ചെയർമാൻ മാമിതാല ജഗദേഷ് കുമാർ പറഞ്ഞു. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൊല്ലം തീരത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം, കന്യാകുമാരി തീരങ്ങളിൽ നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഇടുക്കിയിൽ വ്യാപക വേനൽ മഴ. മണിക്കൂറുകൾ നീണ്ട ശക്തമായ മഴയെ തുടർന്ന് ചിലയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി. അയ്യപ്പൻ കോവിലിൽ കല്ല് ഇളകി വീണ് സുൽത്താനിയ സ്വദേശിയായ തൊഴിലാളി മരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇന്ന് ഉച്ചയോടെയാണ് ഹൈറേഞ്ചിൽ ഓറഞ്ച് വ്യത്യാസമില്ലാതെ ജില്ലയിലെമ്പാടും വേനൽമഴ പെയ്തത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന മഴയിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രകാശ് ഗ്രാം പാറയിൽ വീട് ഇടിമിന്നലേറ്റ് തകർന്നു. ഉച്ചയ്ക്ക് ആരംഭിച്ച മഴ പലയിടത്തും വൈകിട്ടും തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിൽ തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ അറക്കുളം അശോകകവലയ്ക്ക് സമീപം റോഡിന് കുറുകെ മരം മറിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെയുള്ളവ റോഡിലേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂലമറ്റം അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് തടസ്സം നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പത്തനംതിട്ട ജില്ലയിലും കനത്ത മഴ. നഗരത്തിലെ കാനറ ബാങ്ക് ശാഖയിൽ വെള്ളം കയറി. ഫയർഫോഴ്സ് എത്തി വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞെങ്കിലും വൈകിട്ട് 3:30-ക്ക് ശേഷം ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു. ബാങ്കിന് സമീപത്തായി മേൽപ്പാലത്തിന്റെ പണി നടക്കുന്ന പ്രദേശത്തും വെള്ളക്കെട്ടുണ്ടായത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം പുരോഗമിക്കുന്നു. ഡൽഹിക്കെതിരെ ചെന്നൈയ്ക്ക് 184 റൺസ് വിജയലക്ഷ്യം. രാത്രി 7:30-ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ്. പവന് 720 രൂപ കുറഞ്ഞ് 66,480 രൂപയും ഗ്രാമിന് 90 രൂപ കുറഞ്ഞ് 8,310 രൂപയുമാണ് ഇന്നത്തെ വില. ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഉദ്യാനവും പാർക്കും നവീകരിക്കും. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചതോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 75 കോടിയോളം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് മലമ്പുഴയിൽ നടപ്പാക്കുക. മൈസൂരുവിലെ വൃന്ദാവൻ മാതൃകയിൽ അണിയിച്ചൊരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി നിലവിലെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തും. തീം പാർക്കുകൾ, പുതിയ ജലധാരകൾ എന്നിവ സ്ഥാപിക്കും. മാംഗോ ഗാർഡനും ഗവർണേഴ്സ് സീറ്റും നവീകരിക്കും. ഉദ്യാനം ഭിന്നശേഷി സൌഹൃദമാക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാനും പദ്ധതിയുണ്ട്. പുതിയ വൈഫൈ സ്പോട്ടുകൾ, സുരക്ഷയ്ക്കായി ഉദ്യാനത്തിനകത്തും പുറത്തും കൂടുതൽ CCTV ക്യാമറകൾ എന്നിവയും സ്ഥാപിക്കും. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പിന് വർക്കല വേദിയാകും. ഈ മാസം 10-ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. 11 മുതൽ 13 വരെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് മത്സരങ്ങൾ. BJP സ്ഥാപക ദിനം നാളെ. തിരുവനന്തപുരത്ത് സംസ്ഥാനത്തെ കാര്യാലയത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പതാക ഉയർത്തും. വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ ആദിവാസി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റാരോപിതരായ മുഴുവൻ പോലീസുകാരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേസ് CBI അന്വേഷിക്കണമെന്നും ഈ മാസം 10-ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നും ആക്ഷൻ കമ്മിറ്റി പറഞ്ഞു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 141 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 149 പേരാണ് അറസ്റ്റിലായത്. 2276 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ പ്രചരണ പരിപാടികൾ ചൊവ്വാഴ്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും വ്യക്തികളും മാലിന്യം നിക്ഷേപിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തും. 2 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ കമ്മീഷനിലെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകി. കമ്മീഷന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളതാണെന്ന് പ്രധാനമന്ത്രി. സർക്കാർ ആശുപത്രികളിൽ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാനുള്ള സംവിധാനമൊരുക്കി സംസ്ഥാന സർക്കാർ. കൊച്ചിയിൽ തൊഴിൽ പീഡനം നടന്നെന്ന വാർത്തയിൽ സ്വമേധയാ കേസെടുത്ത് സംസ്ഥാന യുവജന കമ്മീഷൻ. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈയ്ക്ക് 184 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.